നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. നാമജപ സമ്മേളനം ഇന്ന്. ക്ഷേത്രഭൂമിയിൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറി വഴി നിർമ്മിച്ചതിൽ പ്രതിഷേധിച്ച് നാമജപ സമ്മേളനം. വാർത്തകൾ വിശദമായി. അരൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രവക ഭൂമി കയ്യേറ്റമെന്നാരോപിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രഭൂമിയിലാണ് നാമജപ പ്രതിഷേധ സമ്മേളനം നടക്കുന്നത്. അരൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂളിന് സമീപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവക 53 സെന്റ് സ്ഥലം അന്യാധീനപ്പെടുന്നത് തടയാൻ മതിൽ കെട്ടി സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഉത്തരവുകൾ നിലവിലുണ്ട്. എന്നാൽ ഈ വസ്തുവിലൂടെ ചില വ്യക്തികൾ നിയമവിരുദ്ധമായി വഴിവെട്ടിയതും മരങ്ങൾ മുറിച്ചതുമാണ് പ്രതിഷേധത്തിന് കാരണമായത്. എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിനായി മതിൽ പൊളിച്ചപ്പോൾ അത് മുതലെടുത്ത് റോഡ് നിർമ്മിക്കാൻ ശ്രമം നടന്നതായും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ വസ്തുവിൽ തൽസ്ഥിതി നിലനിർത്താൻ റവന്യൂ അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നതായും സമിതി ചൂണ്ടിക്കാട്ടുന്നു. വസ്തു കുറച്ച് ആൾക്കാരെ അന്യാധീനപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെയാണ്. ക്ഷേത്രത്തിൻ്റെ സ്വത്തായ അരൂർ നാഷണൽ ഹൈവേ കിടക്കുന്ന അരൂർ സെന്റ് ഐസക്സ് സ്കൂളിന് തെക്കുവശമുള്ള 53 സെന്റ് സ്ഥലത്തിൻ്റെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരം വെട്ടിക്കളയുകയും അവിടെ പൂഴി വിരിച്ച് റോഡുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ സ്ഥലത്ത് ദേവിയുടെ ഇറക്കപ്പൂജ നടത്തുന്ന സ്ഥലമായിട്ടാണ് കാണുന്നത്. ആ സ്ഥലം നശിച്ചു പോകുന്നതിനെതിരെ നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട കോടതി ആ സ്ഥലത്ത് പൂർവ്വസ്ഥിതി സ്ഥാപിക്കാനാണ് നിർദ്ദേശം തന്നിട്ടുള്ളത്. അവിടെ മറ്റ് യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റേയും തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിയിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു ടൈം ഉണ്ടായിരിക്കും. മരം വെട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ പല പ്രാവശ്യവും ചെന്നിട്ട് അവരോട് വെട്ടരുത്, അതിൻ്റെ സർക്കാർ ഗവൺമെൻറ് ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ടെന്നുള്ള ഇതെല്ലാം പറയുകയൊക്കെ ചെയ്തു. എന്നിട്ട് വില്ലേജ് ഓഫീസും പോലീസ് സ്റ്റേഷനും ഇവരും കൂടെ ഒത്തുനിന്നുകൊണ്ടാണ് ആ മരം വെട്ടിയത്. മരം വെട്ടണതിന് പോട്ടെ, അതെന്തെങ്കിലും നമ്മുടെ ഒരു മനസ്സാക്ഷി വെച്ചിട്ട് മരം വെട്ടിയത് ഞങ്ങളെ വലിയതായിട്ട് ചെയ്തിട്ടില്ല. അപ്പുറത്ത് വീട് നശിക്കും എന്നുള്ള ഒരു കാര്യം കൊണ്ട് അത് ഞങ്ങൾ സമ്മതിക്കും. ഇപ്പം അതിനകത്ത് കയറിയിട്ട് അവർ റോഡാക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പൂഴി വിരിച്ചിട്ട് റോഡാക്കുന്നുണ്ട്. അത് നമ്മൾ സമ്മതിച്ചില്ല. കോടതിയുടെ ഓർഡർ പ്രകാരം 4 അടി വഴി അവർക്ക് കൊടുക്കാൻ കോടതി ഓർഡർ ഉണ്ട്. ആ 4 അടി വഴി കൊടുക്കാൻ ഇപ്പോഴും ഞങ്ങൾ തയ്യാറാണ്. പോലീസ് സ്റ്റേഷനിലും വില്ലേജ് ഓഫീസിലും എല്ലായിടവും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എതിരാണ് അവർ മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ഓർഡർ, ഹൈക്കോടതിയുടെ ഓർഡർ, ഈ ഓർഡർ എല്ലാം അവർ തിരസ്കരിച്ചിരിക്കുന്നു. കോടതി വിധിയും ഉത്തരവും ലംഘിച്ച് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെ റോഡ് നിർമ്മാണം നടക്കുകയാണെന്ന് സമിതി ആരോപിച്ചു. ക്ഷേത്രഭൂമി സംരക്ഷിക്കാൻ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് RG രാധാകൃഷ്ണൻ, സെക്രട്ടറി VN അശോകൻ, വൈസ് പ്രസിഡന്റ് PV അശോകൻ എന്നിവർ അറിയിച്ചു. കമ്മിറ്റി അംഗങ്ങളായ സുജാത നന്ദകുമാർ, സുരേഷ് കുമാർ എന്നിവരും വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തു.